ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നൊരു ചിക്കൻ വ്ളോഗാണ്. നമ്മൾ ചിക്കൻ മേടിക്കാൻ പോവുകയാണ്. സോ ഓൾറെഡി അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദി ചിക്കൻ ഷോപ്പ്. ചേട്ടാ, എന്ത് കോഴി വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ ആൻ്റെ ചേട്ടൻ? അതിനെ നുറുക്കിയതും അതിനെ നുറുക്കാത്തതും ആയില്ലേ? നമ്മൾ ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് പോയി കഴുകി സെറ്റാക്കി എടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകാനായിട്ട് നമുക്ക് 2 ചിക്കൻ ഉണ്ട് ഗൈസ്. ഒരെണ്ണം കട്ട് ചെയ്ത ചിക്കണും പിന്നെ ഇത് കട്ട് ചെയ്യാത്ത ചിക്കനുമാണ് ഗൈസ്. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാന്നുള്ളൊരു ഇതിൽ മേടിച്ച ചിക്കനാണ്. കട്ട് ചെയ്യാണ് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ തന്നെ തരാനാണ് പറഞ്ഞത്, പക്ഷെ അവർ സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്തു, ക്ലീൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഇത് നമ്മൾ കറി വയ്ക്കാനായിട്ടുള്ള ചിക്കൻ. സോ 2 ചിക്കനൊന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കഴുകി അതിന് അത്ര ക്ലീൻ ആവില്ല. സോ പൈപ്പിൻ്റെ അവിടെയൊക്കെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ ഫസ്റ്റ് ചിക്കൻ കഴുകി കഴിഞ്ഞിട്ടുണ്ട്, നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഫുൾ ചിക്കൻ സെറ്റായിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മുടെ പീസ് ചിക്കനാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. സോ ഫുൾ ചിക്കൻ ഇസ് സെറ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചിക്കനും നമ്മൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോ ഇനി ഇതൊക്കെ സെറ്റാക്കി എടുക്കട്ടെ. ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കട്ടെ. നമ്മൾ ഇന്നലെ കഴുകി വെച്ച ചിക്കൻ നമ്മളിന്ന് ബിരിയാണി ആക്കാൻ പോവുകയാണ്. സോ ബിരിയാണി ആക്കാൻ ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള പൊടികളും പിന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പേസ്റ്റൊക്കെ സെറ്റാണ്. സോ ഇനി ഉണ്ടാക്കുന്ന പരിപാടി കാണിച്ചു തരാം. ഇവിടെ ബിരിയാണിക്കുള്ള അരി സെറ്റാക്കിയിട്ടുണ്ട്. അരച്ച മസാല ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് വേവിക്കാൻ വെക്കണം ഗൈസ്. അമ്മയോടെ ചിക്കൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഉള്ള പണിയൊന്ന് ബിരിയാണി റൈസ് ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കണം. കാരണം ചിക്കൻ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാനായിട്ട്. സോ എന്തായാലും ഇത് കഴുകിയെടുത്ത് സെറ്റാക്കട്ടെ. നമ്മുടെ വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അരി സെറ്റാണ്. ഇവിടെ നമ്മുടെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടാവുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന്ന് ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് നമുക്ക് അരിയിലേക്ക് ഇട്ടിട്ട് ഇതിലത്തെ വെള്ളം അളവെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി സെറ്റാക്കാനായിട്ട്. ഇതെങ്ങനെ എടുത്തിടണ്ടേ? ഓരോന്നായിട്ടോ? ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ ചിക്കൻ ഇതിലേക്ക് സക്സസ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഓരോ ഗ്ലാസ്സായിട്ട് നമുക്ക് അളന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ ബിരിയാണി കുക്ക് ചെയ്തെടുക്കാൻ പോണേ. സോ അതാണ് നമ്മൾ അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇട്ടില്ലെങ്കിൽ പണിയാവും. അതാണ് നമ്മൾ അളവ് കറക്റ്റാക്കി നോക്കി വെള്ളം സെറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇവിടെ ഒരു ചിക്കൻ്റെ പീസ് എടുക്കണ്ടല്ല, അതിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇടാം. പിന്നെ നമ്മുടെ ചിമ്മിണി ഓടുന്നതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത് ഗൈസ്, വേറെ ഒന്നുമല്ല. സോ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഇത് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ അരിയും വേവിച്ചെടുത്തതിന് നമ്മുടെ ബിരിയാണി സെറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ മൂടിയൊക്കെയാണ്. ഇനി തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി സെറ്റായി കിട്ടും. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. സോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബിരിയാണി ആയിട്ട് തോന്നുന്നുള്ളത് ഗസ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു വാഴയില ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മൂടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിടിലൻ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. സോ നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നിൽക്ക് ഈ സ്പൂൺ എടുത്ത് ഇവിടുത്തെ വെച്ചാൽ ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. നമ്മളങ്ങനെ ഫൈനലി തുറക്കാൻ പോവുകയാണ്. നല്ല മണം അടിക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങളിതുവരെ ഏത് ബിരിയാണിയാണ് ഗസ് ചെയ്തില്ലെങ്കിൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഗൈസ്. ഇത് വൺ ആൻഡ് ഓൺലി ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഗൈസ്, മെയ്ഡ് ഇൻ മൂന്നാമറവ്.
ടിൻഡിങ്കൽ തലപ്പക്കട്ടി ബിരിയാണിയാണ്. സോ ആ ഒരു കളർ ആൻഡ് ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അതുപോലെ ആയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബിരിയാണീൻ്റെ കൂടെ നമ്മൾ പപ്പടം കൂടി വറക്കുകയാണ് കഴിക്കാനായിട്ട്. അതെ, നമുക്ക് സാലഡും വേണ്ട, പിന്നെ മുട്ട പുഴുങ്ങിയില്ല, അതുകൊണ്ട് നമ്മൾ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കൊള്ളാം ഗൈസ്. അതിൻ്റെ തലപ്പാക്കട്ടിയിൽ കഴിക്കുന്ന അത്രയ്ക്കും സാധനം വന്നില്ല, കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് ഇട്ടുള്ളൂ. പക്ഷേ ആ ടേസ്റ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ സംഭവം കൊള്ളാം. ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവും തോന്നും. സോ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്ത് സീനായിട്ടുണ്ട്. സോ നിങ്ങളവിടെ മഴ പെയ്തൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കുക. സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു 4 അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ബൈ.